പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ബിജെപിയിൽ ഭിന്നത രൂക്ഷം. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ നേതാക്കളെ അവഗണിക്കുന്നുവെന്ന ആരോപണം. സംസ്ഥാന നേതൃയോഗത്തിൽ കെ സുരേന്ദ്രൻ, വി മുരളീധരൻ എന്നിവരെ വിളിക്കാത്തത് മനഃപൂർവ്വമാണെന്ന് സുരേന്ദ്രൻ വിഭാഗം ആരോപിക്കുന്നു. മുൻ ജില്ലാ അധ്യക്ഷന്മാർക്കും അവഗണനയാണ്. നേതാക്കളുടെ അഭിപ്രായത്തെക്കാൾ ഏജൻസി റിപ്പോർട്ടിനെയാണ് രാജീവ് ചന്ദ്രശേഖർ ആശ്രയിക്കുന്നത് എന്നും പരാതിയുണ്ട്. സംസ്ഥാന പ്രസിഡന്റിന്റെ പ്രവർത്തന ശൈലി പാർട്ടിയെ തളർത്തുന്നുവെന്നും ഒരു വിഭാഗം ആരോപിക്കുന്നു. പ്രസാദ് ഉടുമ്പശ്ശേരിയുടെ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം. പ്രസാദ്, ഗുഡ് മോർണിംഗ്. വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിനെതിരെ പാർട്ടിയിൽ നിന്നും ഉയർന്നു വരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പൊ നേരത്തെ തന്നെ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായി വരുന്ന സമയത്ത് തന്നെ സുരേന്ദ്രപക്ഷത്തെ ചില ജനറൽ സെക്രട്ടറിമാരൊക്കെ ആരോപിച്ചിരുന്നു, ബിജെപി ബലിദാനികളുടെ പാർട്ടിയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുതലാളി വന്നാൽ അതിനെ കൈയടക്കാൻ പറ്റില്ല തുടങ്ങിയ ആരോപണങ്ങളൊക്കെ നേരത്തെ തന്നെ ഉന്നയിക്കപ്പെടുകയും അത് അന്തരീക്ഷത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷനെതിരെ പരസ്യമായ ഒരു പോരിലേക്ക് നയിക്കുന്നതാണോ ഇപ്പോഴത്തെ പുറത്തു വരുന്ന വിവരങ്ങൾ? എന്താണ് ബിജെപിയിൽ നടക്കുന്നത് പ്രസാദ്? സത്യലക്ഷ്മി, പരസ്യമായ പോരിലേക്കൊന്നും തന്നെ ഇത് പോകാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ബിജെപിക്കുള്ളിൽ കടുത്ത അതൃപ്തി പുകയുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന അധ്യക്ഷനായി നിയോഗിച്ചതോടുകൂടി കേരളത്തിൽ ഒരു മാറ്റം കൊണ്ടുവരിക എന്നുള്ളത് കണക്കിലെടുത്തുകൊണ്ടുകൂടിയാണ് ഇവിടുത്തെ നേതാക്കളെ ഒഴിവാക്കിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന അധ്യക്ഷനായി നിയമിച്ചത്. പക്ഷേ അതിനുശേഷം അദ്ദേഹം ഇവിടുത്തെ മുതിർന്ന നേതാക്കളെ ഒന്നും തന്നെ പരിഗണിക്കാതെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ സംസ്ഥാന നേതൃയോഗത്തിൽ കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും വിളിക്കാത്തത് അത് മനഃപൂർവ്വമാണ് എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ സുരേന്ദ്രൻ പക്ഷം ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി ഇതിന്റെ മുതിർന്ന നേതാക്കളെ 7 സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരെ ഒരു തരത്തിലും ഒരു യോഗത്തിലേക്കും ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതും ഗുരുതരമായ ആരോപണമായി നിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ നമുക്കെല്ലാം ഈ മാധ്യമങ്ങളിലെല്ലാം മുൻപ് സജീവമായി ചർച്ചകളിലൊക്കെ വന്നിരുന്ന ജയ പത്മകുമാർ, വി ടി രമ, ശിവൻകുട്ടി, നാരായണൻ നമ്പൂതിരി, പ്രമീള ദേവി, കെ എസ് രാധാകൃഷ്ണൻ, KVS ഹരിദാസ്, ജി ജോസഫ്, സിന്ധുമോൾ, രേണു സുരേഷ്, എ നാഗേഷ്, പി രഘുനാഥ്, വി രാജൻ ഈ തുടങ്ങിയ പ്രധാനപ്പെട്ട നേതാക്കളെ ഒന്നും തന്നെ യോഗങ്ങളിലേക്ക് ക്ഷണിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം ബൂത്ത് കമ്മിറ്റികൾ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത്. അപ്പോൾ ബൂത്ത് കമ്മിറ്റികളുടെ പ്രവർത്തനം സജീവമായി നടത്തേണ്ടതുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് സംസ്ഥാന അധ്യക്ഷൻ പറയുമ്പോൾ പോലും ബൂത്ത് കമ്മിറ്റികളുടെ പ്രവർത്തനമൊന്നും തന്നെ സജീവമായി, അതിൻ്റെ രൂപീകരണമൊന്നും തന്നെ സജീവമായി സജീവമായി നടത്തുന്നില്ല എന്നുള്ളതാണ്. ബിജെപിയുടെ സരൾ ആപ്പിൽ ഇപ്പോഴും 8500 ഇത് മാത്രമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നാണ്. സുരേന്ദ്രനുള്ള സമയത്ത് 18,000-ഓളം ബൂത്ത് കമ്മിറ്റികൾ ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. അങ്ങനെ രാജീവ് ചന്ദ്രശേഖരൻ ഇവിടുത്തെ നേതാക്കളുടെ അഭിപ്രായങ്ങൾ തേടുന്നതിന് പകരം, അതായത് ഏജൻസികൾ സ്വാഭാവികമായി ഏജൻസികളുടെ റിപ്പോർട്ടുകൾ ആശ്രയിക്കാറുണ്ട്. പക്ഷേ കൂടുതലായും ഏജൻസികളുടെ റിപ്പോർട്ടിനെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത് എന്നുള്ളൊരു ആരോപണം കൂടി ഉയർന്നുണ്ട്. അതായത് ബിജെപിക്കകത്ത് ഒരു തരത്തിലുള്ള കൂടിയാലോചനകളോ അല്ലെങ്കിൽ മുതിർന്ന നേതാക്കളുമായുള്ള കൂടിയാലോചനകളോ അത്തരമൊന്നും തന്നെ നടക്കുന്നില്ല. സംസ്ഥാന അധ്യക്ഷനായി വരുന്ന സമയത്ത് തന്നെ ഒരുപാട് അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങളൊക്കെ ഉണ്ട്. കാരണം സംസ്ഥാന തലത്തിൽ, സംഘടനാ തലത്തിലൊക്കെ താഴെത്തട്ടിൽ നിന്നും പ്രവർത്തിച്ച് വന്ന പരിചയസമ്പന്നരായ നിരവധി നേതാക്കളൊക്കെ ഉള്ളപ്പോൾ എന്തിനാണ് ഒരു കെട്ടിയിറക്കിയ ഒരാളെ സംസ്ഥാന അധ്യക്ഷനാക്കിയത് തുടങ്ങിയ ചർച്ചകളും ആരോപണങ്ങളും ഒക്കെ നിലനിന്നിരുന്നു. പക്ഷേ പിന്നീട് സംസ്ഥാന ബിജെപി നേതൃത്വം തന്നെ പല നേതാക്കൾ, ഇപ്പോൾ കെ സുരേന്ദ്രൻ ആവട്ടെ, വി മുരളീധരൻ ആകട്ടെ, ഒക്കെ രംഗത്ത് വരികയും പറയുകയും ചെയ്തത് അങ്ങനെയില്ല. ബിജെപിയിൽ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല, രാജീവ് ചന്ദ്രശേഖരനെ നിയമിച്ചത് കേന്ദ്രമാണ്, ഞങ്ങൾ അതെല്ലാം അംഗീകരിക്കുന്നു, ഞങ്ങൾക്ക് ഇടയിൽ വേറെ പ്രശ്നങ്ങൾ, ഇതെല്ലാം മാധ്യമ സൃഷ്ടിയാണെന്ന രീതിയിലൊക്കെ പറഞ്ഞ് ആ വിവാദങ്ങളൊക്കെ അവസാനിപ്പിച്ചതുമാണ്. പക്ഷെ അപ്പോഴും മുറുമുറുപ്പുകൾ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോഴത്തെ ഈ ഒരു വിവാദം അല്ലെങ്കിൽ ഇപ്പോഴീ ഉണ്ടാകുന്ന ചർച്ചകൾ ബിജെപിയെ വേറൊരു തലത്തിൽ കൂടി സ്വാധീനിക്കില്ലേ? ഈ സമയം കുറച്ചും കൂടി നിർണായകമല്ലേ ബിജെപിയെ സംബന്ധിച്ച്? തീർച്ചയായും. കാരണം ബിജെപിക്ക് സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ ഒരു പരാതിക്ക് ഉണ്ടായിട്ടുള്ളൊരു കാരണം, ഇപ്പോൾ കഴിഞ്ഞ സംസ്ഥാന നേതൃയോഗത്തിലേക്ക് കെ സുരേന്ദ്രൻ കഴിഞ്ഞ കമ്മിറ്റിയിലെ സംസ്ഥാന പ്രസിഡന്റാണ്. അതോടൊപ്പം തന്നെ വി മുരളീധരൻ പ്രധാനപ്പെട്ട നേതാവാണ്. ഇവരെ രണ്ടുപേരെയും വിളിച്ചില്ല. അതേസമയത്ത് മുൻ പ്രസിഡന്റായിരുന്ന PK കൃഷ്ണദാസ്, കുമ്മനം രാജശേഖരൻ എന്നിവരെ യോഗത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. പക്ഷേ ഇവരെ ക്ഷണിക്കാത്തതിനെ വളരെ ലഘുവായിട്ടാണ് രാജീവ് ചന്ദ്രശേഖരനോടൊപ്പമുള്ള ആളുകൾ അതിനെ വ്യാഖ്യാനിക്കുന്നത്. മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു ആരോപണമായി
ആരോപണവുമായി വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നുള്ള BJPയുടെ നേതാവായ S. സുരേഷിനെതിരെയാണ്. S. സുരേഷാണ് ഇത്തരത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ ഇപ്പോൾ ഉപദേശങ്ങൾ നൽകുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ടാണ് പലരെയും വെട്ടിനിരത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് എന്നുള്ളൊരു ആരോപണമാണ് സുരേന്ദ്രപക്ഷത്തു നിന്നും ഉയരുന്നത്. എന്തായാലും ഇതൊരു കടുത്ത അതൃപ്തിയിലേക്ക് പോകും. കേന്ദ്ര നേതൃത്വത്തിലേക്ക് പക്ഷേ പരാതികളൊന്നും തന്നെ നൽകാനുള്ള സാധ്യതയില്ല. കാരണം രാജീവ് ചന്ദ്രശേഖർ വരുന്നത് തന്നെ നമുക്കറിയാം കേന്ദ്ര നേതൃത്വത്തിന്റെ താല്പര്യപ്രകാരമാണ്. അതുകൊണ്ട് തന്നെ ഒരു വർഷമെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന സമയം, അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഏത് തരത്തിലാണ് BJPക്ക് ഗുണകരമാകുക എന്നുള്ളതെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ അന്ന് ആദ്യം സ്ഥാനാർത്ഥിയെ നിർത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയത് തന്നെ രാജീവ് ചന്ദ്രശേഖരനാണ്. സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്ന തരത്തിലേക്ക് അത് ഊഹാപോഹങ്ങൾക്ക് വഴിതെളിച്ചു. പിന്നീട് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചപ്പോൾ പോലും കേരള കോൺഗ്രസ് ജോസഫിലുണ്ടായിരുന്ന ഒരു നേതാവിനെ വളരെ പെട്ടെന്ന്, അതായത് ഒരു സുപ്രഭാതത്തിൽ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരുന്നു. ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള ആളുകളാണ് അവർ പ്രവർത്തനം നടത്തിയത്. പക്ഷേ കൂടുതൽ ക്രിസ്ത്യൻ വോട്ടുകളൊന്നും തന്നെ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടുകൾ മാത്രമാണ് 53 വോട്ടുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിന് നോക്കുമ്പോൾ ഇത്തവണ വോട്ടർമാരുടെ എണ്ണത്തിൽ വർധനവുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ആനുപാതികമായ വർധനവ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള വിലയിരുത്തൽ. അതോടൊപ്പം പരമ്പരാഗതമായി BJPക്ക് ഒപ്പം നിൽക്കുന്ന വോട്ടുകൾ അവിടെ നിന്നും നഷ്ടപ്പെട്ടു എന്നൊരു വിലയിരുത്തലുമുണ്ട്. എന്തായാലും ഈ അതൃപ്തി പരിഹരിച്ചില്ല എങ്കിൽ അതൊരു വലിയ പൊട്ടിത്തെറിയിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഈ മുതിർന്ന നേതാക്കളെ നിരന്തരമായി അവഗണിക്കുന്നു. ഇപ്പോൾ പുതിയ ജില്ലാധ്യക്ഷന്മാരെ തെരഞ്ഞെടുത്തു കഴിഞ്ഞു. പക്ഷേ ആ സമയത്ത് നിലവിലുള്ള, അതായത് പഴയ ജില്ലാധ്യക്ഷൻ, തൊട്ട് മുമ്പുണ്ടായിരുന്ന ജില്ലാ അധ്യക്ഷന്മാർക്ക് ആവശ്യമായ പരിഗണന നൽകേണ്ടതുണ്ട്. ഇപ്പോൾ കൊല്ലത്തുള്ള അവരുടെ ജില്ലാ പ്രസിഡന്റ്, അദ്ദേഹം അവിടെ വളരെ സജീവമായി, അവിടെ വളരെ ജനകീയനാണ്. പക്ഷേ അദ്ദേഹത്തെ എല്ലാം തന്നെ മനഃപൂർവ്വം മാറ്റി നിർത്തുന്നു എന്നുള്ളൊരു ആരോപണമാണ്. അപ്പോൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന നേതാക്കളെ സജീവമായി പരിഗണിക്കുന്നില്ല എന്നൊരു ആരോപണമാണ് ഉയർന്നിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ BJPക്ക് അകത്ത് ഇത് വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്ര നേതൃത്വത്തിന്റെ ശ്രദ്ധയിലേക്ക് ഇവിടുത്തെ നേതാക്കൾ അത് ഉൾപ്പെടുത്തുന്നു. പക്ഷേ ഒരു പരാതിയായിട്ട് അത് നിലവിൽ പോകാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ കടുത്ത ഭിന്നത തുടരുകയാണ്. ഓക്കെ പ്രസാദ്, വ്യക്തമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ പറഞ്ഞ പോലെ പ്രസാദ് ഉടുമ്പശ്ശേരി പറഞ്ഞതുപോലെ സംസ്ഥാന BJPയിൽ ഭിന്നത രൂക്ഷമാണ്. പ്രത്യേകിച്ച് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ രീതികളെക്കുറിച്ച് അദ്ദേഹം മറ്റ് സംസ്ഥാന നേതാക്കളെയൊക്കെ അവഗണിക്കുന്നു എന്ന തലത്തിലൊക്കെ ചർച്ചകളൊക്കെ നടക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം, വരും മണിക്കൂറുകളിലൊക്കെ ഒരു തുടർ പ്രതികരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകുമോ? മറ്റ് നേതാക്കളൊക്കെ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വരുമോ? ഈ വിവാദം എങ്ങോട്ടാണ് പോകുന്നത്? കാരണം ഈ ഒരു സമയം വളരെ നിർണായകമാണ്. ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പുകളിലേക്ക് നമ്മുടെ സംസ്ഥാനം കടക്കുക, 2 വലിയ തിരഞ്ഞെടുപ്പുകളിലേക്ക്, തദ്ദേശ തിരഞ്ഞെടുപ്പും അതേപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സമയത്ത് BJP ആണെങ്കിൽ ഇത്തവണ BJPക്ക് കുറച്ചും കൂടി നില മെച്ചപ്പെടുത്തണം, കുറച്ച് സ്ഥലങ്ങളൊക്കെ പിടിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അവരുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ സംസ്ഥാന പ്രസിഡന്റിനെതിരെ തന്നെ ആരോപണങ്ങൾ ഉണ്ടാവുകയും അതിലൊരു മുറുമുറുപ്പുണ്ടാവുകയും വിവാദങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് പാർട്ടിയെ സംബന്ധിച്ച് ഗുണകരമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിവാദം എങ്ങോട്ടാണ് പോകുന്നത്, ഉടനെ തന്നെ കെട്ടടങ്ങുമോ, നേതാക്കളുടെയൊക്കെ പ്രതികരണം വരുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം.